ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂൾ ബുക്കിന്റെ സെക്ഷൻ ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂൾ ബുക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. 10ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓർഡറിൽ തന്നെ നമ്മൾ പോകും. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇനി ഓർഡറിൽ പോകും എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ചില സ്കൂൾ ബുക്കിന്റെ ചില ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്. അത് നമ്മൾ പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സിലബസിലുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു തുടങ്ങാം. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിത. അപ്പോൾ ഒരു ഉദ്ബോധനം എന്ന കൃതി ആരുടേതാണ്? കുമാരനാശാൻ. ഒരു ഉദ്ബോധനം എന്ന കവിത എഴുതിയത് കുമാരനാശാൻ. ഓക്കെയാണ്. ഇനി കുമാരനാശാന്റെ വരികൾ: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ സ്മാരകം കായിക്കരയിൽ എഴുതിയിരിക്കുന്നതാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യം ജ്ഞാനോദയം. എന്താണ് ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണ്. യൂറോപ്പില് ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം. ബൗദ്ധികവും സാംസ്കാരികവും പ്രസ്ഥാനത്തിന് രൂപം നൽകിയതാണ്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അപ്പൊ ജ്ഞാനോദയം എന്ന് വെച്ചാൽ പുതിയ ഒരു അറിവുണ്ടാവുകയാണ്, അല്ലെ? ജ്ഞാനം എന്ന് വെച്ചാൽ അറിവാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത, ഈ ഒരു ചിന്തകളാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചത്. അപ്പോ അന്ന് ഉണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് പ്രചോദനമാകിയത് ജ്ഞാനോദയം എന്ന ചിന്തയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ആദ്യം പഠിക്കുന്ന ഇമ്പോർട്ടന്റ് എക്സാം ഓറിയന്റഡ് പോയിന്റ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇതിനകത്തൊരു മുദ്രാവാക്യ എക്സാമിന്റെ സ്ഥിരം ചോദ്യമാണ്: പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏത് മുദ്രാവാക്യം മായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇത് ജെയിംസ് ഓട്ടീസ് ആണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 16ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ കുറെ ആളുകൾ എന്ത് ചെയ്തു? നമ്മുടെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 18ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പൊ എവിടെ നിന്നാണ് കുടിയേറിയത്? യൂറോപ്പിൽ നിന്ന് ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി. വിഭവങ്ങളൊക്കെ കൈയടക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ വടക്കേ അമേരിക്കയിൽ ഇവരെന്ത് ചെയ്തു? ഇങ്ങോട്ട് വന്നിട്ട് 13 കോളനികൾ സ്ഥാപിച്ചു. കണ്ടോ? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവെയർ, ന്യൂജേഴ്സി, പെനിസിൽവാനിൽ, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, ഇങ്ങനെ 17 കോളനികൾ ഇവര് സ്ഥാപിച്ചു. 13 കോളനികൾ സ്ഥാപിക്കുന്നു. 13. എത്ര കോളനികൾ സ്ഥാപിച്ചു? 13. മുദ്രാവാക്യം എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടീസ്. ഓക്കെയാണ്. അപ്പോ 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ ആളാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇദ്ദേഹം അവിടുത്തെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്നാണ് വിളിച്ചത്. തദ്ദേശ ജനങ്ങളെ ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് കരുതിയാണ് അവരെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചത്. പിന്നീടാണ് ഇവർ ഇന്ത്യക്കാരല്ല എന്ന് മനസ്സിലാക്കുകയും ഇവരെ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനം കാരണമാണ് 17ാം നൂറ്റാണ്ടില് മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് അവിടെ 13 കോളനികൾ സ്ഥാപിച്ചത്. ഈ ആദ്യം കപ്പലിൽ കയറി അവിടെ എത്തിയ ആളുകളെ തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിക്കുന്നു. തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഈ ഈ ഒരു വ്യാപകമായ കുടിയേറ്റം വന്നപ്പോഴത്തേക്ക് റെഡ് ഇന്ത്യക്കാര് ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. യൂറോപ്യന്മാർ ഇവരുടെ ആട്ടിൻപറ്റത്തെയും ഭൂമിയെയും കവർന്നു.
അപ്പൊ ഇംഗ്ലീഷുകാര് അമേരിക്കൻ കോളനികളെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇംഗ്ലീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളം, ഇതാണ് ഇവർ ഈ അമേരിക്കൻ കോളനികളിൽ കണ്ടത്. അപ്പൊ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാര് ഈ കോളനികളിൽ വാണിജ്യ നയം നടപ്പിലാക്കി. ഇതിനെയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ നടപ്പിലാക്കിയ വാണിജ്യ നയത്തിന്റെ പേരെന്താണ്? മെർക്കന്റിലിസം എന്നാണ്. മെർക്കന്റിലിസം. അപ്പൊ മെർക്കന്റിലിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങളൊക്കെ ഇംഗ്ലീഷുകാർ കോളനികളിൽ കൊണ്ടുവന്നു. അതിന് ഏതാണ്ട് നിയമങ്ങൾ നമ്മൾ കാണുകയാണ്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, ഇതൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. സാധന കൈമാറ്റത്തിന് അവരുടെ കപ്പല്, അയക്കാൻ പറ്റുന്നതും ആ രാജ്യത്തിലേക്ക് മാത്രം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ, ഇതെല്ലാം ഇംഗ്ലണ്ടിനെ മുദ്ര പതിക്കണം. അതായത് കോളനി എന്ത് നിയമം ഉണ്ടാക്കിയാലും ഇംഗ്ലണ്ട് അറിഞ്ഞിരിക്കണം. മുദ്ര പതിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ പറ്റൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലം, അത്യാവശ്യ സൗകര്യങ്ങൾ കോളനിക്കാർ നൽകണം. കോളനിയിൽ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തെ വെച്ചിട്ടുണ്ട്, അവർക്ക് താമസ സ്ഥലവും കൊടുക്കണം, അവരുടെ സൗകര്യങ്ങളും ഒക്കെ കോളനിക്കാർ തന്നെ വഹിക്കണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ്, ഇവയ്ക്ക് ഇറക്കുമതി ചുങ്കവും കൊടുക്കണം. ഇങ്ങോട്ടും ഇംഗ്ലീഷുകാരെ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിനൊക്കെ നികുതി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കുറെ നിയമങ്ങൾ ഇവിടെ ഇവർ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തി. തേയിലയ്ക്ക് നികുതി ഉണ്ടായിരുന്നു, ഗ്ലാസിന്, കടലാസിന് ഒക്കെ നികുതി ഉണ്ടായിരുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇതിന്റെ ഡേറ്റ് ചോദിക്കും. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ തേയിലയുടെ മേല് നികുതി ചുമത്തിയത് ഉയർത്തി. അപ്പോ ഇതിനെതിരെ എന്ത് ചെയ്തു? രാത്രിയിലെ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങള് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോ ജോൺ ലോക്ക് പറഞ്ഞു, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശമുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അപ്പൊ നമ്മളെ ചുമ്മാ ലോക്ക് ചെയ്തിടരുത്, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. തോമസ് പെയിൻ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ തോമസ് പെയിൻ പറഞ്ഞ എന്താണ്? നമ്മളെ ഇംഗ്ലണ്ടിന് ഇങ്ങനെ കീഴടങ്ങി കഴിയുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്ന ഒരു സാധനമല്ല എന്നാണ് തോമസ് പെയിൻ പറഞ്ഞത്. ഈ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്ക്, നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ജോർജിയ ഒഴിച്ച് ബാക്കി 12 കോളനികള് 1774 ഫിലാഡൽഫിയയില് സമ്മേളിച്ചു. ഇതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിലാണ് ഇവർ സമ്മേളിച്ചത്. 12 ആളുകൾ സമ്മേളിച്ചു. ജോർജിയ മാറി നിന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണം, തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത് എന്നാവശ്യപ്പെട്ട് കോളനി ജനത എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊടുത്തു. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. രാജാവ് വല്ലതും കേട്ടോ? ഇല്ല. രാജാവ് ജനങ്ങളെ അടിച്ചമർത്തുക, ഇതിനു വേണ്ടി ഇങ്ങോട്ട് സൈന്യത്തെ അയച്ചു. അങ്ങനെ ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധം നടന്നു. 1775 വീണ്ടും ഫിലാഡൽഫിയയിലെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. അപ്പൊ ജോർജ് വാഷിംഗ്ടൺ എന്ന വ്യക്തി ഇതിന്റെ തലവനായി. ജോർജ് വാഷിംഗ്ടൺ തലവനായി. അപ്പൊ തോമസ് പെയിന് മുമ്പേ പറഞ്ഞില്ലേ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന്. ഇദ്ദേഹം ഒരു ലഘുലേഖ ഇറക്കി, കോമൺ സെൻസ്. നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുക, അതാണ് അമേരിക്കക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഇദ്ദേഹം കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ പറഞ്ഞു. അപ്പൊ 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 74 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയ. 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു ഫിലാഡൽഫിയയില്. 76 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. അപ്പൊ തോമസ് ജെഫേഴ്സണും
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടിയാണ് ഇതിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. ആരൊക്കെയാണ് എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ ഉണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉണ്ട്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് എഴുതി തയ്യാറാക്കുന്നത്. ഇനി മനുഷ്യന്റെ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കും. അപ്പൊ ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുന്നത്. ഇനി 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിലെ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഭരണഘടന തയ്യാറാക്കി. ജെയിംസ് മാഡിസൺ, അമേരിക്കൻ ഭരണഘടന. അങ്ങനെ ആദ്യ പ്രസിഡന്റായി, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെടുന്നു. പാരീസ് ഉടമ്പടി എന്നാണ് 1783. ബോസ്റ്റൺ ടീ പാർട്ടി 1773. ക്ലിയർ ആണ്? തോമസ് പെയിൻ എന്ത് പറഞ്ഞു? ജോൺ ലോക്ക്, കോമൺ സെൻസ് തോമസ് പെയിൻ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി കണ്ടു, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ കണ്ടു. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്? ഇനി നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പോവുകയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ലൂയി 14 എന്തു പറഞ്ഞു? ലൂയി 15 എന്തു പറഞ്ഞു? ലൂയി 14 പറഞ്ഞത്, ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം കൊടുത്തതാ, അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. 15 പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയമാണ്. 16 സമയത്താണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇനി മേരി ആന്റോനറ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ. ഇവിടെ ഏകാധിപത്യ ഭരണമായിരുന്നു, ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസില് കൂടുതൽ പേരും എന്ത് ചെയ്തു? പട്ടിണി മരണമാണ് നടന്നത്. ജനങ്ങളൊക്കെ വളരെ ദാരിദ്ര്യരായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഈ തട്ടുകളെ എസ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളത് പുരോഹിതന്മാരാണ്. എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഭരണം, സൈനിക തലം, ഉയർന്ന പദവികൾ വഹിക്കുന്നത് എസ്റ്റേറ്റുകളാണ്. ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരാണ്. ഒരുപാട് ഭൂപ്രദേശം കൈവശമുള്ളവരാണിവർ. കർഷകരിൽ നിന്ന് ഇവർ നികുതി പിരിക്കുന്നുണ്ട്. തിഥേ എന്ന നികുതിയാണ് ഇവർ പിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് ആണ് പ്രഭുക്കന്മാർ. നികുതികൾ ഇവർക്ക് അടയ്ക്കേണ്ട ആഡംബര ജീവിതമാണ്. വിശാലമായ ഭൂപ്രദേശം ഇവരുടെ കയ്യിലുമുണ്ട്. സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതി പിരിക്കുന്നുണ്ട്. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇതാണ് രണ്ടാമത്തെ എസ്റ്റേറ്റ്, പ്രഭുക്കന്മാര്. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് അധ്യാപകർ, എഴുത്തുകാർ, അഭിഭാഷകർ, കച്ചവടക്കാർ, ബാങ്കർ, ഈ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലാളികൾ, ഇവരെല്ലാവരും എന്താണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഭരണത്തിൽ ഒരു അവകാശവുമില്ല. തൈലെ എന്ന് പേരുള്ള നികുതി സർക്കാരിന് നൽകണം. ഇതാണ് മൂന്നാം എസ്റ്റേറ്റ് പറയുന്നത്. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്ക്, പുരോഹിതന്മാർക്ക് നികുതി നൽകണം. അപ്പോ ഇനി നമ്മളുടെ ഫ്രാൻസുമായി ബന്ധപ്പെട്ട തത്വചിന്തകനാണ് വോൾട്ടയർ. പറയുന്നു, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പുരോഹിതരുടെ ചൂഷണത്തെ പരിഹസിക്കുന്നു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇനി റൂസോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ചിന്റെ ഫ്രഞ്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനിയാണ് ഇദ്ദേഹം. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടവും ചങ്ങലയിലാണ്. ഇത് റൂസോയുടെ പ്രസിദ്ധമായ വരികളാണ്.
ജനങ്ങളാണ് പരമാധികാരികൾ. മോണ്ടസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക് പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഈ വിഭാഗങ്ങളായി ഗവൺമെന്റിനെ 3ആയി തിരിക്കണം എന്ന് വാദിച്ചു. അപ്പം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം. വോൾട്ടേറോ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ ആണെങ്കിൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടവും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി. അപ്പൊ മൂന്നാം എസ്റ്റേറ്റിലെ ആളുകൾ കൂടുതല്. അപ്പൊ ജനങ്ങളുടെ മേല് പുതിയ നികുതി ചുമത്തുക. ഇതിനു വേണ്ടി 1789 ലൂയി 16 എല്ലാ ജനങ്ങളെയും വിളിച്ചു ചേർത്തു. അന്നേരം ഈ 1ഉം 2ഉം പേര് തമ്മില്, 1ഉം 2 എസ്റ്റേറ്റിലുള്ള ആളുകൾ തമ്മിൽ തർക്കമായി. അവർ പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വേണമെന്നും ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണമെന്നും വേണ്ട എന്നും ഒക്കെ തർക്കമായി. അപ്പൊ കോമൺസ് എന്നറിയപ്പെട്ട 3ആമത്തെ എസ്റ്റേറ്റ്, കോമൺസ്, ഞങ്ങളാണ് കൂടുതലുള്ളത്, അപ്പൊ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ വോട്ട് വേണം എന്ന് പറഞ്ഞു. പക്ഷെ 3ആമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്തു? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അടുത്തുള്ള ദേശീയ കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നിവർ പ്രതിജ്ഞ ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പൊ 1ആമത്തെ എസ്റ്റേറ്റിൽ 285, 2 308, 3ആമത്തെ എസ്റ്റേറ്റിൽ 621 ആളുകൾ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിലെ ജയില് തകർത്തു. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയില് തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം. ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1792 സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടനയുമായി തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഭീകരവാഴ്ച, റെയിൻ ഓഫ് ടെറർ. 1793 ജൂലൈ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാന്റ് തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും ഇവര് ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് വധിച്ചു. പ്രഭുക്കന്മാർ, പുരോഹിതന്മാരെ ഇരയാക്കി. രാജാവായിരുന്ന 16 ഭാര്യ മേരി ആന്റോയിനെ ഗില്ലറ്റിൽ വധിച്ചു. അപ്പൊ ഈ റോബസ്പിയറുടെ നേതൃത്വത്തിലല്ലേ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്? റോബസ്പിയറിനെയും ഈ ഗില്ലറ്റിൽ വധിച്ചു. അപ്പൊ പിന്നീട് ഇങ്ങനെ എല്ലാവരെയും അങ്ങ് വധിക്കുകയാണ് ഗില്ലറ്റിൻ ഉപയോഗിച്ച്. അപ്പൊ ഒരു ഭീകരതയില്ലേ? ഈ ഒരു വർഷം 1794 വരെ, ജൂലൈ വരെ ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെട്ടത്. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ലോകത്തെ ആകെ സ്വാധീനം നടത്തിയതാണ് ഫ്രഞ്ച് വിപ്ലവം. നമ്മുടെ ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ട് കുറച്ച് സഖ്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ഒരു മരം നട്ടോ. അതിന്റെ പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയനിൽ അംഗമാവുകയും ചെയ്തു. ഇനി നമ്മൾ നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും നോക്കുകയാണ്. അപ്പൊ ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ പുസ്തകമാണ്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം.
എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോഷ്യൽ കോൺട്രാക്ട് റൂസോ. അപ്പോ നമുക്കിനി പഠിക്കേണ്ടത് കർഷകരെ, ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, നെപ്പോളിയൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എക്സാം ചോദ്യമാണ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പുരോഹിതന്മാരുടെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അപ്പോൾ നെപ്പോളിയൻ കർഷകരെ കൃഷിഭൂമി ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന ആശയം വന്നു. ഗതാഗത പുരോഗതിക്ക് നിരവധി റോഡുകള്. പുരോഹിതന്മാരുടെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. 1815 വാട്ടർലൂ യുദ്ധം. അപ്പൊ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേണിയാണ്. മെറ്റേണി. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇത് ആരുടെ അഭിപ്രായമാണെന്ന്. മെറ്റേണി. ഇനി ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായ ഡേറ്റ് 1789 ഓഗസ്റ്റ് 12. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം എളുപ്പമാണ് ഓർക്കാൻ. 7, 8, 9 അടുപ്പിച്ചുള്ള ഡേറ്റുകളാണ്. ജൂലൈ 14 ബൂർബൻ രാജവാഴ്ച പ്രതീകം ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നു. വെരി ഇമ്പോർട്ടന്റ്, ഡേറ്റ് ഇമ്പോർട്ടന്റ്. ജൂലൈ 14. ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം. ഒക്ടോബർ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യം വേഴ്സായി കൊട്ടാരത്തിലേക്ക് പോകുന്നു. സെപ്റ്റംബർ ഭരണഘടനാ ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക് ആക്കുന്നു. ക്ലിയർ ആണ്? അപ്പൊ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വ്യക്തി ടിപ്പു സുൽത്താനാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ഇതൊക്കെ ഫ്രാൻസിൽ നിന്ന് ഉയർന്നു വന്ന ആശയങ്ങളാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആശയങ്ങളാ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എഴുതിയത് പാബ്ലോ നെരൂദ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജോസേ ഡി സാൻ മാർട്ടിൻ, ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ. സൈമൺ ബൊളിവർ എപ്പോഴും ചോദിക്കുമ്പോൾ സൈമൺ ബൊളിവർ മാത്രമാണ് കാണാറ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ, ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ. ഓക്കെ ആണ്. അപ്പോ നമ്മള് ലാറ്റിൻ അമേരിക്കക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവ 3 പേരെ കണ്ടു. ഇനി റഷ്യൻ വിപ്ലവത്തിലേക്കാണ് പോകുന്നത്. റഷ്യൻ വിപ്ലവം പറയുന്നതിന് മുമ്പ് അമ്മ എന്ന കൃതി രചിച്ചത് ആരെന്ന് പറയുന്നുണ്ട്. മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി. റഷ്യൻ വിപ്ലവം നടക്കുന്നത് 1917. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് 1917. ആദ്യം ഒരു സിനിമയുടെ പേരാണ് ബാറ്റിൽ ഷിപ്പ് പോട്ടൻകിൻ. റഷ്യയിലെ സംവിധായകനായ സെർഗി ഐസൻസ്റ്റീൻ നടന്ന ഒരു സംഭവത്തെ വെച്ച് നിശബ്ദ സിനിമ രൂപം കൊടുത്തു. അപ്പൊ റഷ്യൻ യുദ്ധക്കപ്പല് പോട്ടൻകീനിൽ അസംതൃപ്തനായ നാവികർ ഒരു കലാപം നടത്തി. അതുമായി ബന്ധപ്പെട്ട് സിനിമ എടുത്തതാണിത്. അപ്പൊ ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം ആധാരമാക്കിയുള്ള സിനിമ സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീനാണ്. അപ്പൊ ബാറ്റിൽ ഷിപ്പ് പോട്ടൻകിൻ എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവം ആസ്പദമാക്കി സിനിമ ചെയ്തതാണ്. സെർഗി ഐസൻസ്റ്റീൻ ആണ് ഈ സിനിമ എടുത്തത്. ഇദ്ദേഹം മറ്റൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന സിനിമ. ഇദ്ദേഹം ആ ഒരു കഥ, ജോൺ റീഡിന്റെ പുസ്തകം, ഇതും സിനിമയാക്കിയിട്ടുണ്ട്.
ഇനി തൊഴിലാളികൾക്ക്, കർഷകർക്ക് ദുരിത ജീവിതത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ വിപ്ലവമാണ് റഷ്യയിൽ നടന്നത്. ഓക്കെയാണ്. അപ്പോ മാർക്സിസ്റ്റ് ആശയങ്ങളില് അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടി രണ്ടായി മാറുന്നു. ഒന്ന് മെൻഷെവിക്ക്, മൈനോറിറ്റി എന്ന് ഓർക്കുക, ന്യൂനപക്ഷം. മറ്റൊന്ന് ബോൾഷെവിക്ക്, ബോളിൽ ബായുണ്ട്, ഭൂരിപക്ഷം എന്നോർക്കുക. കൂടുതൽ പേരും ബോള്, ഫുട്ബോൾ കളിയുടെ കൂടെയാണ് കൂടുതൽ ആളുകൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഭൂരിപക്ഷ പാർട്ടി ബോൾഷെവിക്കും ന്യൂനപക്ഷ പാർട്ടി മെൻഷെവിക്കുമാണ്. അതിൽ ലെനിനും ട്രോട്സ്കിയും ഭൂരിപക്ഷത്തിന്റെ കൂടെ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തു. അപ്പോ അലക്സാണ്ടർ കെരൻസ്കി, വ്യക്തികളുടെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. അലക്സാണ്ടർ കെരൻസ്കി ആണ് മെൻഷെവിക്കിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ മെൻഷെവിക്കിന്റെ നേതാവാര്? അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്ക് ഭൂരിപക്ഷത്തിന്റെ നേതാവാര്? അത് ലെനിനും ട്രോട്സ്കിയുമാണ്. 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നു. അപ്പൊ ജപ്പാൻ ഒരു യുദ്ധം നടന്ന 1905 അപ്പൊ റഷ്യ പരാജയപ്പെട്ടു പോയി. തൊഴിലാളികള് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തൊഴിലാളികള് തങ്ങളുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തി. ഏത് ഡേറ്റിലാണ്? 2005 ജനുവരി 9. 2005 ജനുവരി 9 ഇവര് പ്രകടനം നടത്തി. ഈ പട്ടാളക്കാർ എന്ത് ചെയ്തു? ഇവരെ വെടിവെച്ചു കൊന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിൽ നടന്ന ജാലിയൻവാലാബാഗ് പോലെ വെറുതെ നിന്ന അവരെ തൊഴിലാളികളെല്ലാം വെടിവെച്ചു കൊന്നു. 1905 ജനുവരി 9 ഇതൊരു ഞായറാഴ്ചയായിരുന്നു. ഇതിനെ ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് വിളിക്കും. എക്സാമിന് ചോദിച്ചത് രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം റഷ്യ. ബ്ലഡി സൺഡേ ഇത് മറ്റൊരു പേരെന്ത്? ഉത്തരം രക്തരൂക്ഷിത ഞായറാഴ്ച. ഇനി രക്തരൂക്ഷിത ഞായറാഴ്ച നടന്ന ഡേറ്റ് 2005 ജനുവരി 9. അപ്പോ എല്ലാം ചോദ്യം വന്നതാണ്. രക്തരൂക്ഷിത ഞായറാഴ്ച, ബ്ലഡി സൺഡേ, 2005 ജനുവരി 9 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സോവിയറ്റുകൾ എന്നാണ് ഈ തൊഴിലാളി സംഘങ്ങളെ അറിയപ്പെട്ടത്. അപ്പോൾ സമരം ശക്തമായതിനെ തുടർന്ന് ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നു. അപ്പോ സോവിയറ്റുകൾ എന്ന തൊഴിലാളികളെ വിളിക്കുന്നു. തൊഴിലാളി സംഘടന, ഈ സോവിയറ്റുകൾ, തൊഴിലാളികളുടെ സംഘങ്ങളെയാണ് സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. ഡ്യൂമ എന്നാണ് നിയമനിർമ്മാണ സഭയുടെ പേര്. ഇനി 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അപ്പൊ നമ്മുടെ റഷ്യയിലെ ചക്രവർത്തി ആ സമയത്ത് ആരാണ്? നിക്കോളാസ് രണ്ടാമനാണ്, രണ്ടാമത്തെ ആളാണ്. അദ്ദേഹവും ഈ ഒരു നിയമനിർമ്മാണ സഭ പറഞ്ഞതൊന്നും കേൾക്കാതെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സൈനികരൊക്കെ കൊല്ലപ്പെട്ടു. 1917 ആയപ്പം ഭക്ഷണമൊന്നും കിട്ടാണ്ട് വളരെ രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിലൊക്കെ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തില് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പോ തൊഴിലാളികളും സ്ത്രീകളും എല്ലാവരും ഒന്നിച്ച് ഭയങ്കരമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോയി. ഒന്നാം ലോക മഹായുദ്ധത്തില് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചു. അങ്ങനെ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയില് മെൻഷെവിക്കിന്റെ, മൈനോറിറ്റികളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഇതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഫെബ്രുവരി വിപ്ലവം? ഫെബ്രുവരി വിപ്ലവം എന്ന് വെച്ചാൽ നിക്കോളാസ് രണ്ടാമനെ അധികാരമൊഴിഞ്ഞുകൊണ്ട് മൈനോറിറ്റി അല്ലെങ്കിൽ മെൻഷെവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വന്നതാണ് ഫെബ്രുവരി വിപ്ലവം. ഓക്കെയാണ്. മാർച്ചിലാണ് വിപ്ലവം നടന്നത്, പക്ഷെ ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ് ചേർന്ന് രൂപം നൽകിയ സംവിധാനമാണ്, നമ്മളുടെ ആശയ സംഹിതയാണ് മാർക്സിസം. അപ്പോ കാൾ മാർക്സും പിന്നെ ആരുമാണ്? ഫ്രെഡറിക് ഏംഗൽസും. തൊഴിലാളികളാണ് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസിന്റെ ഒക്കെ അടിസ്ഥാനം. തൊഴിലാളി വർഗത്തിന് അതിനുള്ള ലാഭം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവർ മാർക്സിസം ആരംഭിച്ചത്.
1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ദ്യൂമ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സോവിയറ്റുകൾ, അതുപോലെ നമ്മളുടെ ബോൾഷെവിക്, മെൻഷെവിക്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, ബ്ലഡി സൺഡേ, രക്തരൂക്ഷിത ഞായറാഴ്ച, ഇത് ഇത്രയും ഓർക്കുക. അലക്സാണ്ടർ കെരൻസ്കി, ലെനിൻ, ട്രോട്സ്കി വരെ ഓർക്കുക. അപ്പൊ താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളുടെ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. അന്നേരം വ്ളാദിമിർ ലെനിൻ, അദ്ദേഹം അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ കഴിയുക, റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. അപ്പൊ അധികാരം സോവിയറ്റുകൾക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. പിന്നീട് എന്ത് ചെയ്തു? ബോൾഷെവിക്കുകള് ഈ മെൻഷെവിക്കുമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. അപ്പൊ 1917 ഒക്ടോബറില് ബോൾഷെവിക്ക് താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിക്കുന്നു. കെരൻസ്കി രാജ്യം വിട്ടുപോയി. റഷ്യ ആരുടെ നിയന്ത്രണത്തിലായി? ഭൂരിപക്ഷ പാർട്ടിയായ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ഇതിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ഇത് രണ്ടും രക്തരൂക്ഷിത ഞായറാഴ്ചയും നമ്മളുടെ റഷ്യൻ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേണ്ടത്, ഈ ബോൾഷെവിക്കുകള് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണം, പ്രഭുക്കന്മാർ കൈവശമുള്ള ഭൂമി കർഷകർക്ക് കൊടുക്കണം, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണം. അപ്പൊ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുത്തു, പൊതു ഉടമസ്ഥത പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക രംഗങ്ങളിലൊക്കെ പുരോഗതി കൈവരിച്ചു. ഇവർക്ക് 1924 തന്നെ ഒരു പുതിയ ഭരണഘടന വന്നു. സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചു. 1924 സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിച്ചു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അങ്ങനെ വ്യാപകമായി. ഇനി നമുക്ക് ചൈനീസ് വിപ്ലവത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ രാജവാഴ്ചയ്ക്കും വിദേശ ആധിപത്യത്തിനുമെതിരെയാണ് ചൈനയിൽ വിപ്ലവം നടന്നത്. ഇവിടെ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന്, കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം. കറുപ്പ് വ്യാപാരം എന്ന് വെച്ചാല് പട്ട്, തേയില, മൺപാത്രം, ഇങ്ങനെ നല്ല സാധനങ്ങളാണ് ചൈനക്കാര് മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ യൂറോപ്പിനൊക്കെ അയച്ചു കൊടുത്തത്. എന്നാൽ ഈ ഇംഗ്ലീഷുകാര് തിരിച്ച് ഇവർക്ക് അയച്ചു കൊടുത്തത് ലഹരി പദാർത്ഥമായ കറുപ്പാണ്. ഇത് കഴിച്ച് ചൈനയിലെ ആളുകൾ ബോധമില്ലാതൊക്കെ യുവതലമുറയൊക്കെ നശിച്ച് നാറാണക്കല്ലായി. അവരുടെ ഫാക്ടറികളൊന്നും ശ്രദ്ധിക്കാണ്ടായി. അപ്പൊ അവരുടെ ജീവിതവും സാമ്പത്തികവും മാനസിക നിലയൊക്കെ പ്രശ്നത്തിലായി. എന്നാൽ അവർ അങ്ങോട്ട് അയച്ചു കൊടുത്തതോ എല്ലാം നല്ല സാധനങ്ങൾ. തുറന്ന വാതിൽ നയം എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈന ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്ക എന്ത് ചെയ്തു? ഈ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചില്ലായിരുന്നു. അവർ അതിന് പകരം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അപ്പൊ ഈ ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും വന്ന് കച്ചവടം ചെയ്യാം, എന്താ തുറന്നിട്ടിരിക്കുന്നു, എല്ലാവരും വന്നോളൂ. അപ്പൊ അമേരിക്കയ്ക്ക് അവിടെ സ്വാധീനം വരുത്താൻ വേണ്ടി ഈ മനുഷ്യൻ കൊണ്ടുവന്ന ഒരു നയമാണ് തുറന്ന വാതിൽ നയം. ചൈന ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേരെന്ത്? എക്സാമിന്റെ ചോദ്യമാണ്. മഞ്ചു രാജവംശമാണ്. മഞ്ചു രാജവംശത്തിന് വിദേശ ഇടപെടലൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവർ അംഗീകരിച്ചു അവരെയൊക്കെ. ചൈനയില് ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ പ്രവർത്തിച്ചു. 1900 കലാപം നടന്നു. ആ കലാപത്തിന് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു മുദ്ര. അതുകൊണ്ട് 1900 ചൈനയിൽ നടന്ന കലാപത്തെ ബോക്സർ കലാപം എന്നറിയപ്പെടും. മഞ്ചു രാജവംശത്തിനും വിദേശ ആധിപത്യത്തിനും എതിരെയായിരുന്നു. ഇനി 1911 ഡോക്ടർ സൻ യാറ്റ്സെൻ ഈ മഞ്ചു രാജവംശത്തിന്റെ ഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടത്തി. അങ്ങനെ ചൈനയിലെ രാജവാഴ്ച അവസാനിച്ചു. ഈ ഡോക്ടർ സൻ യാറ്റ്സെനിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. കുമിന്താങ് പാർട്ടി സൻ യാറ്റ്സെനിന്റെ ആണ് 1911 മഞ്ചു രാജവംശത്തെ തറപറ്റിച്ചുകൊണ്ട് റിപ്പബ്ലിക് ഭരണം ആരംഭിച്ചു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം 3 ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ദേശീയത എന്ന് പറയുമ്പോൾ മഞ്ചു രാജവംശത്തെ പുറത്താക്കുക, ജനാധിപത്യ ഭരണം കൊണ്ടുവരിക, സോഷ്യലിസം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സമ്പത്തൊക്കെ വിധിച്ചു കൊടുക്കുക. ഇതാണ് സോഷ്യലിസം ഉദ്ദേശിക്കുന്നത്.
അപ്പോ കൃഷി വ്യവസായ പുരോഗതി കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. അപ്പൊ നടപടികളൊക്കെ കുമിന്താങ് പാർട്ടി സ്വീകരിക്കുന്നു. കൃഷിയും വികസിക്കണം, വ്യവസായവും വികസിക്കണം. ഇനി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ രൂപീകരിച്ചു. കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. അങ്ങനെ സൻ യാത്സൻ മരിച്ചപ്പം ചിയാങ് കൈഷക്ക് ഭരണത്തിന്റെ തലവനായി വന്നു. സൻ യാത്സൻ ഉള്ളിടത്തോളം കാലം നല്ല രീതിയിൽ അവിടെ ഭരണം പോയി. ഇദ്ദേഹം മരിച്ചപ്പോ ചിയാങ് കൈഷക്ക് ഇങ്ങോട്ട് വന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റും കുമിന്താങ്ങും തമ്മിൽ സഹകരണമൊന്നും ഇല്ലാണ്ടായി. അപ്പൊ ചിയാങ് കൈഷക്ക് ഏകാധിപത്യ ഭരണത്തിനാണ് തുടക്കം കുറിച്ചത്. അപ്പൊ വിദേശ ശക്തികൾ, അമേരിക്ക പോലുള്ള വിദേശ ശക്തികൾ ചൈനയിൽ എന്ത് ചെയ്തു? ഇടപെടാനൊക്കെ അവസരം ഒരുക്കി കൊടുത്തു. അങ്ങനെ വളരെ ദുരിതപൂർവമാകുന്നു ചൈനയുടെ അവസ്ഥ. അപ്പോ കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവോ സെ തുങ് 1934 കമ്മ്യൂണിസ്റ്റുകളുടെ നേതാവായ മാവോയുടെ നേതൃത്വത്തില് കിയാങ്സിയിൽ നിന്ന്, തെക്കൻ ചൈനയായ കിയാങ്സിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു. അപ്പോ ഇദ്ദേഹം ഈ യാത്ര തെക്കൻ ചൈനയിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് യനാനിലാണ് അവസാനിപ്പിച്ചത്. കൃഷിഭൂമിയൊക്കെ പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക്, ഗ്രാമങ്ങൾക്ക്, കർഷകർക്കൊക്കെ വിതരണം ചെയ്തു. 12,000 കിലോമീറ്റർ സഞ്ചരിച്ചു. അതുകൊണ്ട് ഈ യാത്രയെ ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നു. മാവോ സേതുങ് ലോങ് മാർച്ച്. പ്രഭുക്കന്മാരുടെ കയ്യിലിരുന്ന ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോ കമ്മ്യൂണിസ്റ്റുകള്, മാവോ സെ തുങ് ഒക്കെ എന്ത് ചെയ്തു? ചൈനീസ് ജനതയുടെ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കുന്നു. അങ്ങനെ ചിയാങ് കൈഷക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി, ജനകീയ ചൈന റിപ്പബ്ലിക്കായി. മാവോ സെ തുങ്ങാണ് റിപ്പബ്ലിക് ആക്കിയത്. ലോങ് മാർച്ച് നടത്തിയത് മാവോ സെ തുങ്ങാണ്. എന്നാൽ മോശം ഭരണം കാഴ്ചവെച്ചത് ചിയാങ് കൈഷക്കാണ്. സൻ യാത്സനിന്റെ പാർട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, കുമിന്താങ് പാർട്ടി. 1911 സൻ യാത്സൻ മഞ്ജു രാജഭരണം അവസാനിപ്പിച്ചത്. അദ്ദേഹം നടത്തിയ ഭരണം നല്ലതായിരുന്നു. ചിയാങ് കൈഷക്കാണ് മോശമാക്കിയത്. പിന്നെ വന്ന മാവോ സെ തുങ്ങാണ് ചൈനയെ റിപ്പബ്ലിക് ആക്കിയത്. 1949 ഒക്ടോബർ 1 ആ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തൊക്കെ പരിപാടികൾ നടന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പിന്നെയോ ബോസ്റ്റൺ ടീ പാർട്ടി, ജെയിംസ് മാഡിസണിനെ ഓർക്കുക, ജോർജ് വാഷിങ്ടണിനെ ഓർക്കുക, ഒന്നാം ഫിലാഡൽ സമ്മേളനം 74. അപ്പൊ ജോർജിയ മാറി നിന്നു, 13 കോളനികൾ സ്ഥാപിച്ചു. 75 രണ്ടാം ഫിലാഡൽഫിയ സമ്മേളനം. അങ്ങനെ നമ്മൾ ഓരോന്ന് ഓർക്കുക. 73 ബോസ്റ്റൺ ടീ പാർട്ടി. ഫ്രഞ്ച് വിപ്ലവം, എസ്റ്റേറ്റുകൾ 3 എണ്ണം. പിന്നെ ഓരോരുത്തരെയും ഗില്ലറ്റിന് ഉപയോഗിച്ച് കൊല്ലുന്നു. ലൂയി 14 എന്ത് പറഞ്ഞു? 15 എന്ത് പറഞ്ഞു? 16 സമയത്താണ് യുദ്ധം നടക്കുന്നത്. ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ സൈമൺ ബൊളിവർ. ക്ലിയർ ആണ്? റഷ്യൻ വിപ്ലവം, ലെനിന്, അലക്സാണ്ടർ കെരൻസ്കി, ട്രോട്സ്കി, ഇതൊക്കെ ഓർക്കുക. ചൈനീസ് വിപ്ലവം, മാവോ സേതുങ്, സൻ യാത്സൻ, ചിയാങ് കൈഷക്ക്, മഞ്ജു രാജവംശം, ഇതൊക്കെ ഓർക്കുക. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.